ലോകമെമ്പാടുമുള്ള അന്ധവിശ്വാസത്തിന് അടിമപ്പെടാത്ത ഒരു ജനതയെ ഒരു കടുത്ത അന്ധവിശ്വാസിയാക്കാൻ ഈ മത്സരം ധാരാളമാണ്. ലോക ചാമ്പ്യന്മാരുടെ കണ്ണിൽ നിന്ന് ചോര ചീറ്റിച്ച ഇടനെഞ്ച് പിടപ്പിച്ച ആ കുഞ്ഞൻ രാജ്യത്തിന്റെ കഥ ഇനി ഒരു മുത്തശ്ശി കഥയല്ല. മത്സരത്തിന് മുൻപ് അവർ ബലഹീനരായ ഒരു ദ്വീപ് മാത്രമായിരുന്നു. അതുകൊണ്ട് അർജന്റീനൻ പടയാളികൾ ഒരു ദയയുമില്ലാതെ ഇവരെ വെട്ടിവീഴ്ത്തുന്നത് നോക്കി നിന്നവരാരും ഇത്തരമൊരു കാഴ്ചക്ക് തയ്യാറായിരുന്നില്ല. ചിത്രത്തിൽ ഇല്ലാതിരുന്നവർ ചരിത്രം കുറിക്കാൻ ഒരു മുടിയിഴ വ്യത്യാസമേ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പതറിയത് അയാൾക്ക് മുന്നിൽ മാത്രമായിരുന്നു. ഖാനിയിലെ ഏതോ ഒരു കോണിലിരുന്ന് ദൈവത്തിനു മേൽ ഒടിവെക്കാൻ ശ്രമിച്ച ആ മന്ത്രവാദിയുടെ ശിരസെടുത്ത ലയണൽ മെസ്സിയുടെ ഈ മത്സരം പറഞ്ഞു കേൾക്കേണ്ടതല്ല, അത് കണ്ടനുഭവിക്കേണ്ടതായിരുന്നു. ഈ മത്സരം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഡ്രിനാലിൻ റഷാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള ഓരോ അർജന്റീനൻ ആരാധകരുടെയും ഹൃദയമിടിപ്പ് അത്രമേൽ ഉയർത്തിയ ഒരു മത്സരം. ആദ്യ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ വളരെ പതുക്കെ തുടങ്ങിയ ഒരു മത്സരം. ആദ്യ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത നിമിഷം ലയണൽ മെസ്സിയിലൂടെ ആദ്യ ഗോൾ നേടി. അതായത് ഈ ഒരു മത്സരത്തിൽ ലയണൽ മെസ്സി ഗോൾ സ്കോർ ചെയ്യില്ല എന്ന വലിയ ലോകപ്രസിദ്ധമായ ഒരു പ്രഡിക്ഷനെ ഒറ്റയടിക്കാണ് പുള്ളി പൊളിച്ചു കളഞ്ഞത്. സുന്ദരമായ ഒരു ഗോൾ കണ്ടപ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് ഗോളുകൾ അർജന്റീന നേടുമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷെ ആദ്യ പകുതി ഒറ്റ ഗോളിന്റെ ലീഡിൽ അർജന്റീന അവസാനിപ്പിച്ചു. അങ്ങനെ രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ 59-ാം മിനിറ്റിലാണ് ലോകത്തെ ഞെട്ടിച്ച ആ ഒരു കാഴ്ച സംഭവിക്കുന്നത്. വിങ്ങിൽ നിന്നും റയാൻ മെൻഡസിന്റെ നട്ട്മെഗ് അസിസ്റ്റിൽ കേപ്പ് വെർദെക്ക് വേണ്ടി ഡുവാർട്ടയുടെ ഈക്വലൈസർ. ആ ഒരു ഗോളിന് ശേഷം മത്സരം കട്ടുകട്ടിയായി. കേപ്പ് വെർദൻ ഗോൾ കീപ്പറായുള്ള വൊസീനിയുടെ മികച്ച സേവുകൾ മത്സരത്തെ അതിഗംഭീരമാക്കി. ഇതിനിടയ്ക്ക് ഒരു ഫ്രീ കിക്ക് മൊമെന്റ് ഉണ്ടായിരുന്നു. ലയണൽ മെസ്സി ഫ്രീ കിക്ക് എടുക്കാൻ തയ്യാറാണ്. റഫറിയുടെ വിസിലിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നു. വൊസീന വോളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിസിൽ വരുന്നതിന് മുൻപ് തന്നെ ലയണൽ മെസ്സി ആ ഒരു ഫ്രീ കിക്ക് എടുത്തു. അതായത് അത്രയും ക്ലോസ് റേഞ്ചിൽ നിന്നിട്ടുള്ള ലയണൽ മെസ്സിയുടെ ഒരു മാജിക്കൽ ഷോട്ട് ഒട്ടും തയ്യാറാകാതെ നിന്ന വൊസീന ചാടി തടുക്കുന്നു. അത് കോർണറായ ശേഷം റഫറിയോട് ഗോൾ കീപ്പറും കേപ്പ് വെർദെ താരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, വിസിലടിച്ച് കേട്ടിട്ടില്ല, എന്താ സംഭവിച്ചെന്നൊക്കെ. പക്ഷെ പിന്നീട് അത് കോർണർ സംഭവിച്ച് അങ്ങനെ മത്സരം വീണ്ടും കണ്ടിന്യൂ ചെയ്തു. മത്സരം റെഗുലർ ടൈം കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക്. പീക്ക് സിനിമ. മത്സരത്തിന് 92-ാം മിനിറ്റിൽ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന ലിസാൻഡ്രോ മാർട്ടിനസിലേക്ക് പന്ത് ഉയർന്നു വരുന്നു. അദ്ദേഹം സുന്ദരമായിട്ട് അവസാന ആണി എന്നോണം ഒരു ഗോൾ നേടുന്നു. മത്സരം അവിടെ അവസാനിച്ചു. അർജന്റീന വിജയം ഉറപ്പിച്ചു. പക്ഷെ മത്സരത്തിന്റെ 103-ാം മിനിറ്റിലാണ് സിഡ്നി ലോപ്പസ് കബ്രാൽ അവതരിക്കുന്നത്. ലോക ചാമ്പ്യന്മാർക്കെതിരെ, ദ ബെസ്റ്റ് ഗോൾ കീപ്പറിനെതിരെ അത്രയും സുന്ദരമായ ഒരു ഗോൾ ഒരു കേപ്പ് വെർദെ താരം നേടുന്നു. ആ ഒരു ഗോൾ കണ്ട് അർജന്റീനൻ ആരാധകർ പോലും കൈയടിച്ചു പോയി. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ 111-ാം മിനിറ്റിലെ ഒരു കോർണർ അതിന് തിരശ്ശീലയിട്ടു. കൂട്ടപ്പൊരിച്ചിനിടയിൽ ഒരു ഓൺ ഗോൾ ഹെഡറായി മാറുകയും അർജന്റീന ഈ ഒരു മത്സരത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. പക്ഷെ തോറ്റു മടങ്ങുമ്പോഴും കേപ്പ് വെർദെയിലെ ഒരാളും തല കുനിക്കുന്നില്ല. അവർ ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് മടങ്ങുന്നത്. ഇത്രയും മത്സരങ്ങളിൽ അർജന്റീനൻ ടീമിൽ നമുക്ക് ആശങ്കയില്ലായിരുന്നെങ്കിൽ കുറച്ച് ആശങ്കപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് കേപ്പ് വെർദെ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതുവരെ നടന്നതിൽ ഏറ്റവും മികച്ച വേൾഡ് കപ്പ് എന്നത് ഖത്തർ വേൾഡ് കപ്പ് ആണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരം കൂടെ കഴിയുമ്പോൾ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സംഭവം ലോഡിംഗ് എന്ന് ഉറപ്പിക്കാം. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു മത്സരം കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.